വാഹനത്തിലൂടെയോ അല്ലാതെയോ യാത്ര ചെയ്യുമ്പോൾ പലതരം സൈൻ ബോർഡുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും. എന്നാൽ ഇവയ്ക്ക് പലതും പൊടിയും പായലും ചെടികളും കയറി നശിച്ചതായിരിക്കും. പലപ്പോഴും ഈ അഴുക്ക് മൂടിപ്പോയ മുന്നറിയിപ്പ് ശ്രദ്ധിക്കാതെ അപകടത്തിൽപ്പെട്ട നിരവധി വ്യക്തികളുണ്ട്. ഇവിടെയാണ് കണ്ണൂർ ഇരിട്ടി സ്വദേശിയായ എം വിവേകാനന്ദൻ മാതൃകയാകുന്നത്. റോഡരികിലെ മുന്നറിയിപ്പ് ബോർഡുകളും കോൺവെക്സ് മിററുകളും വിവേകാനന്ദൻ വൃത്തിയാക്കി വരികയാണ്. നമസ്കാരം വിവേകാനന്ദൻ. നമസ്കാരം. നമ്മളെല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്, സമയമില്ല, ജോലി കഴിഞ്ഞ് സമയമില്ല, എനിക്ക് ഒരു കാര്യത്തിന് സമയമില്ല. ഇങ്ങനെ ഓടുന്ന അല്ലെങ്കിൽ ഈ ഒരു തിരക്കിൽ പെടുന്ന ഒരാൾ തന്നെയാണ് വിവേകാനന്ദനും. എങ്ങനെയാണ് എല്ലാ ജോലികളും മാറ്റിവെച്ച് അല്ലെങ്കിൽ അതിനൊക്കെ കഴിഞ്ഞ ശേഷം ഇതിനു വേണ്ടി സമയം കണ്ടെത്തുന്നത്? അതെ, എന്റെ ജോലി എന്ന് പറയുന്നത് IT ഓട്ടോമൊബൈൽ ഇൻസ്ട്രക്ടറാണ്. അപ്പൊ എന്റെ ജോലി സമയം എന്ന് പറയുന്നത് 9 to 4:30 അല്ലെങ്കിൽ 4 മണിയാണ്. സോ അത് കഴിഞ്ഞുള്ള സമയം എന്ന് പറയുന്നത് ഫ്രീ ആയിരിക്കും. സോ ഞാൻ ആ ഒരു ടൈം കണ്ടെത്താറുണ്ട്. കൂടാതെ ശനിയാഴ്ചകളിൽ ഞായറാഴ്ചകളിലൊക്കെ നമ്മുടെ ഈ സോഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റ്സ് ഞാൻ കാണുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യും. മുന്നറിയിപ്പ് ബോർഡുകൾ, അതുപോലെ തന്നെ കോൺവെക്സ് മിററുകൾ, അതേപോലെ ഈ ലൈനുകളൊക്കെ മാഞ്ഞു പോയ അതൊക്കെ തന്നെ റീപെയിന്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ വീഡിയോയിൽ കാണാറുണ്ട്. അതുപോലെ മറ്റെന്തെല്ലാമാണ് ചെയ്യുന്നത്? അതുപോലെ നമ്മുടെ ഹെഡ് വാൾ, അതായത് നമ്മുടെ ബ്രിഡ്ജിന്റെ ഹെഡ് വാളുകൾ, അതുപോലെ തന്നെ ഫുഡ് പാർക്സ്, പിന്നെ നമ്മുടെ പോണ്ടുകളുടെ റിവർ, അതുപോലെ തന്നെ എന്താ പറയാ നമ്മുടെ ഈ ഡാം, അവിടെയൊക്കെ നമ്മൾ ഈ വേസ്റ്റ് അടിഞ്ഞു കൊടുക്കുന്നൊക്കെ ഞാൻ കാണാറുണ്ട്. അപ്പൊ എനിക്ക് സമയം കിട്ടുമ്പോൾ അവിടെയുള്ള പ്ലാസ്റ്റിക് വേസ്റ്റ് ഒക്കെ ഞാൻ ക്ലീൻ ചെയ്യാറുണ്ട്. എല്ലാത്തിനും ഒരു തുടക്കം ഉണ്ടായിരിക്കുമല്ലോ. എങ്ങനെയാണ് ഈ ഒരു രീതിയിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ തന്നെ എത്തിയത്? ആ ഒരു സ്റ്റാർട്ടിങ് അതെന്തായിരുന്നു? സ്റ്റാർട്ടിങ് എന്ന് ഞാൻ ഈ പറയുന്ന പോലെ ജോലിക്ക് പോകുന്ന സമയത്താണ് ഫസ്റ്റ് ഈ ഒരു സൈൻ ബോർഡ് ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അത് ഈ പറയുന്ന പോലെ സൈൻ ബോർഡ് മുഴുവനായിട്ടും അഴുക്കും ചെളിയും ഒക്കെ പിടിച്ചു കിടക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഒരു ദിവസം ഞാൻ കരുതി എന്നാൽ അതൊന്ന് ക്ലീൻ ചെയ്യാം. അപ്പൊ എന്റെ ഒരു ഫ്രീ ടൈമിൽ ഞാനത് ക്ലീൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എന്റെ ഫ്രീ ടൈമുകളിൽ ഞാൻ കൂടുതലായിട്ടും ക്ലീൻ ചെയ്യാൻ തുടങ്ങി. അപ്പം എന്റെ ഫ്രണ്ട് പറഞ്ഞു, അപ്പൊ എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ട്, വിവേകാനന്ദൻ വ്ലോഗ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ആള് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ഇതൊന്നും സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തുകൂടാന്ന് ചോദിച്ചു. അങ്ങനെയാണ് ഞാൻ എന്റെ ഫസ്റ്റ് വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഈ ഒരു സൈൻ ബോർഡ് ക്ലീൻ ചെയ്യുന്നത് ഇടുന്നത്. അപ്പം തന്നെ എനിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്നും നല്ല റെസ്പോണ്ട് ആയിരുന്നു. അത്യാവശ്യം നല്ല നല്ല റെസ്പോണ്ട് എന്ന് പറയുമ്പോൾ നല്ല വ്യൂസ് ഉണ്ടായിരുന്നു, നല്ല കമന്റ്സ് ആയിരുന്നു. സോ അതൊക്കെ എന്നെ കൂടുതലായിട്ട് എൻകറേജ് ചെയ്യിച്ചു. അങ്ങനെ കൂടുതലായിട്ടും ഈ സോഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റ്സ് ചെയ്ത് തുടങ്ങി. എത്ര ഒരു ബോർഡുകളൊക്കെ അല്ലെങ്കിൽ എത്ര വർക്കുകൾ ചെയ്ത് കഴിഞ്ഞാണ്? ഇപ്പോൾ ബോർഡ് ആയിക്കോട്ടെ, കോൺവെക്സ് മിറർ ആയിക്കോട്ടെ, അതൊക്കെ ക്ലീനിങ് ഒക്കെ എത്ര എണ്ണം ചെയ്തിട്ടുണ്ടായിരിക്കും? ഇപ്പം സൈൻ ബോർഡ് ആണെങ്കിൽ 500 പരം ചെയ്തിരുന്നു. ഇതിൽ ഞാൻ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാത്തത് കുറെ എണ്ണമുണ്ട്. ഞാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഏറ്റവും ക്വാളിറ്റി ഉള്ളത് അല്ലെങ്കിൽ ഏറ്റവും നല്ലതെന്ന് തോന്നുന്ന മാത്രമേ ഞാൻ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ അതിനേക്കാളും സ്ഥിരമായിട്ട് ഒരുപാട് വീഡിയോസ് ഉണ്ട്. അതുപോലെ തന്നെ കോൺവെക്സ് മിറർ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്പീഡ് ബ്രേക്കേഴ്സ്, നമ്മുടെ ഈ സ്പീഡ് ബ്രേക്കേഴ്സിൽ അവിടെ ലൈൻസ് ഉണ്ടാവും. സോ അത് കുറെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ലൈൻസ് ഒക്കെ മാറ്റി പോകാറുണ്ട്. സോ ഞാൻ ആ ലൈൻസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെഡ് വാളുകൾ, അതായത് നമ്മുടെ ബ്രിഡ്ജിന്റെ ഹെഡ് വാളുകൾ, പിന്നെ നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റ്, നമ്മുടെ ട്രാഫിക് സിഗ്നൽ ലൈറ്റ്സ്, അതൊക്കെ കത്താത്ത കേസുകൾ, അതുപോലെ തന്നെ പയറുവഴി പോലെ മൂടി കിടക്കുന്ന കുറെ കാടുകൾ. അപ്പം ഈ സ്ട്രീറ്റ് ലൈറ്റിന്റെ മുകളിലൊക്കെ വന്ന് എന്താ പറയാ അതിന് കവറപ്പ് ചെയ്യുമ്പോൾ ഈ സ്ട്രീറ്റ് ലൈറ്റ് വർക്ക് ചെയ്താലും വിസിബിൾ ആവില്ല. സോ അങ്ങനത്തെ ഒക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ കത്താത്ത സ്ട്രീറ്റ് ലൈറ്റ് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. സോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ മറ്റാരും ശ്രദ്ധിക്കാത്ത ഓരോ കാര്യങ്ങളാണ് അധികൃതർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അത് എൻ്റെ ജോലിയല്ല, അധികൃതർ ചെയ്യേണ്ട കാര്യമാണ്. അങ്ങനത്തെ ഒരു മനോഭാവമാണ് പൊതുവെ ആളുകൾക്കുള്ളത്. അത് സ്വന്തം ഉത്തരവാദിത്തമായിട്ട് ഏറ്റെടുത്ത അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ച ഒരു ഘടകം അതെന്താണ്? അങ്ങനെ ചോദിച്ചാൽ എന്താ പറയാ, ഞാന് ഈ അധികാരികളെയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആരെയും ഞാൻ കളിയാക്കാനോ അല്ലെങ്കിൽ വിമർശിക്കാനോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്റെ ഇഷ്ടം ഞാൻ ചെയ്യുന്നു. അത് ആർക്കെങ്കിലും ഉപകാരപ്പെടുവാണെങ്കിൽ അത് ഉപകാരപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ സൈൻ ബോർഡ് ക്ലീൻ ചെയ്യുന്നു, ഇപ്പം നമ്മൾ സൈൻ ബോർഡ് സ്ഥാപിക്കാറുണ്ട്. ബട്ട് ഈ പ്രോപ്പർ മെയിൻ്റെനൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ അതോറിറ്റീസ് ചെയ്യേണ്ടതാണ്. ബട്ട് നമ്മളിപ്പം ഇപ്പൊ ബൈക്കിൽ നമ്മൾ യാത്ര ചെയ്യുന്നു, ആ സമയത്ത് യാത്ര ചെയ്യുന്ന സമയത്ത് ഒരാൾ സ്റ്റാൻഡ് തട്ടാതെ പോവാണെങ്കിൽ നമ്മളൊന്ന് വിളിച്ച് ഇൻഫോം ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ കാണുവാണെങ്കിൽ ആളോട് പറയും സ്റ്റാൻഡ് തട്ടണേ. അത് അങ്ങനെ പറയുന്നത് പോലെ
എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന സമൂഹത്തിന് ചെയ്യാൻ അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുന്ന നല്ല കാര്യങ്ങൾ എന്നാൽ ഞാൻ ചെയ്യുന്നു അത്രമാത്രം. തയ്യാറെടുപ്പുകൾ എങ്ങനെയാണ്? ഇതിനായി പ്രത്യേകം ഉപകരണങ്ങളുണ്ടോ? അതോ ഈ ലൈനുകൾ അടക്കമുള്ള സൊല്യൂഷനൊക്കെ വാങ്ങുന്നതും അതിനൊക്കെ പ്രത്യേകം കാര്യങ്ങളുണ്ടോ? അതോ ഇതൊക്കെ എങ്ങനെയാണ് സംഘടിപ്പിക്കുന്നത്? ഈ സംഘടിപ്പിക്കുന്നതെന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ എന്റെ ഫ്രീ ടൈമിൽ ഞാനിങ്ങനെ എന്താ പറയാ ഓരോ സ്ഥാനങ്ങളിൽ ഇപ്പൊ സൈൻ ബോർഡ് ആണെങ്കിൽ സൈൻ ബോർഡ്, അല്ലെങ്കിൽ കോൺവെക്സ് മിറർ ആണെങ്കിൽ മിറർ, അല്ലെങ്കിൽ ഹെഡ് വാൾ ആണെങ്കിൽ ഹെഡ് വാള്, അങ്ങനെ ഓരോന്നും ഞാൻ കണ്ടുവയ്ക്കും. അപ്പൊ അതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ മുൻകൂട്ടി പ്ലാൻ ചെയ്യും. അപ്പം അത് മാത്രം എടുത്തിട്ട് പെട്ടെന്ന് ക്ലീൻ ചെയ്ത് അവിടുന്ന് പെട്ടെന്ന് വരും. ഈ ലായനികളും മറ്റു കാര്യങ്ങളും ഒക്കെ വാങ്ങുന്നത് സ്വന്തം പണം ഉപയോഗിച്ചാണെന്ന് ഞാൻ കേട്ടു. അതൊക്കെ ഒരു എന്ന് വെച്ചാൽ ഒരു അധിക ചെലവായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ല, അധികം ചെലവായിട്ടൊന്നും തോന്നിയിട്ടില്ല. എനിക്ക് കിട്ടുന്ന പൈസയിൽ നിന്നും കുറച്ച് പൈസ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ചെയ്യുന്നു. ഇങ്ങനെ ഇതിലേക്ക് ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ബോർഡുകളൊക്കെ വൃത്തിയാക്കുക, അപ്പം ഒരു പ്രധാന തടസ്സങ്ങളോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടോ ഒക്കെ നേരിട്ടതൊക്കെ എന്തായിരിക്കും? പ്രധാനമായിട്ടും നമുക്ക് ഈ ഒരു സമയത്തേക്കൊക്കെ വരികയാണെങ്കിൽ നമുക്കറിയാം സ്വന്തം സുരക്ഷ അടക്കമാണ് ഇങ്ങനെ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നത്. കാരണം ഈ കാട് കയറിയ സ്ഥലങ്ങളാണ്, ഇപ്പോൾ പാമ്പിൻ്റെ ശല്യമൊക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ അവിടെയൊക്കെ പോകുമ്പം ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വരാറില്ലേ? പ്രധാനമായിട്ടും ഈ ജീവികളുടെ ഭാഗത്തു നിന്നുള്ളത് മാത്രമല്ലാതെ മനുഷ്യരുടെ ഭാഗത്തു നിന്നൊക്കെ അങ്ങനെ ചോദ്യം വരാറുണ്ടോ? എന്തൊക്കെ ബുദ്ധിമുട്ടാണ് നേരിടുന്നത് ഇങ്ങനെ പോകുമ്പോൾ? ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറയുന്ന പോലെ അധികം പബ്ലിസിറ്റിക്ക് നിൽക്കില്ല. ഇപ്പൊ ഒരു സൈൻ ബോർഡ് ഞാൻ കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആള് പെട്ടെന്ന് കൂടത്തക്ക രീതിയിൽ മീൻസ് ഞാൻ പെട്ടെന്ന് ക്ലീൻ ചെയ്യും, അല്ലെങ്കിൽ ആ സൈൻ ബോർഡ് പ്രോപ്പറായിട്ട് വൃത്തിയാക്കേണ്ടത് വൃത്തിയാക്കിയിട്ട് ഞാൻ പെട്ടെന്ന് അവിടുന്ന് പോരും. ഞാനൊരു പബ്ലിസിറ്റിക്ക് വേണ്ടി നിൽക്കാറില്ല. അതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ അങ്ങനെ വരാറില്ല. പിന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെ കമന്റ് സെക്ഷനിലൂടെയും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ എന്തെങ്കിലും കമന്റ് സെക്ഷനിലൂടെ വന്നാലായി എന്നല്ലാതെ പബ്ലിസിറ്റിക്ക് വേണ്ടി ഞാൻ അധികം അവിടെ നിൽക്കാറില്ല. പെട്ടെന്ന് വരും, എന്റെ പണി കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് അവിടുന്ന് വരും. ഇങ്ങനെ ഈ ആളുകളൊക്കെ തന്നെ സഹായിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ടായിരിക്കും, ഈ ഫ്രണ്ട്സൊക്കെ അടക്കമുള്ള അവരൊക്കെ അങ്ങനെ വരുമ്പോൾ അവരെയൊക്കെ കൂട്ടാറുണ്ടോ കൂടെ? ഇപ്പം നമ്മൾ വീഡിയോ കാണുവാണെങ്കിൽ തന്നെ ചെയ്യുന്നതാണ് കാണുന്നത് ഭൂരിഭാഗവും. അതെ, അങ്ങനെ ചോദിക്കുവാണെങ്കിൽ എന്റെ ഈ പറയുന്ന സോഷ്യൽ മീഡിയ കുറെ പേര് അപ്രോച്ച് ചെയ്യാറുണ്ട്. ഇനി എവിടെയാണ് ക്ലീൻ ചെയ്യുന്നത്, ഇനി ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഞാനും കൂടി വന്നോട്ടെ, നമുക്കൊരു ഗ്രൂപ്പായിട്ട് ചെയ്യാം എന്നൊക്കെ. അപ്പം അതിതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല. എന്നാലാവുന്നത് ഞാൻ ചെയ്യുന്നു, എന്റെ ഫ്രീ ടൈമുകളിൽ ചെയ്യുന്നു, പെട്ടെന്ന് ഞാൻ അവിടുന്ന് പോരും. അങ്ങനെ ഗ്രൂപ്പായിട്ടൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. ഈ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ തങ്ങളുടെ ഈ സേവനത്തെക്കുറിച്ചൊക്കെ അറിഞ്ഞ് ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗത്തു നിന്നുള്ള വല്ല ഏജൻസിയൊക്കെയോ ബന്ധപ്പെട്ടിട്ടുണ്ടോ? അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും സഹായമോ പിന്തുണയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടോ? നമ്മുടെ അതോറിറ്റീസ് ആയാലും ഗവൺമെന്റ് അങ്ങനെ സപ്പോർട്ട് എന്ന് പറയുന്നൊന്നുമില്ല. ഞാൻ അധികം ആഗ്രഹിക്കുന്നില്ല. കാരണം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും നമ്മൾ ചെയ്യുന്നു, പെട്ടെന്ന് പോയിരുന്നു. നമ്മുടെ അധികാരികളോ അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാരൊന്നും എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. നമുക്ക് പല ആളുകൾക്കും ഇങ്ങനെയൊക്കെ ചെയ്യാൻ ആഗ്രഹമൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ജയസൂര്യയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, അദ്ദേഹം അന്ന് റോഡ് നന്നാക്കാൻ വേണ്ടിയൊക്കെ മുൻകൈ എടുത്തതും അത് വലിയ രീതിയിൽ വിവാദമാകുകയും നിയമ നടപടികൾക്കൊക്കെ തന്നെയും അങ്ങനെയൊക്കെ പോവുകയായി. അപ്പോൾ ആളുകൾക്കൊക്കെ ഒരു ഭയമാണ്, അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് എതിരെ നിയമ നടപടികൾ ഉണ്ടാകുമോ, അല്ലെങ്കിൽ അത് എൻ്റെ ജോലിയല്ലല്ലോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു ഭയം ആളുകൾക്കിടയിലുണ്ട്. അപ്പോൾ അവരെ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്? ഈ പറയുന്ന പോലെ ഇപ്പൊ നമ്മളിപ്പോ റോഡിന്റെ കുഴിയൊക്കെ അടയ്ക്കുകയാണെങ്കിൽ അതിന്റെ സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മളിപ്പം കുഴി അടയ്ക്കുന്നതിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. സോ എന്നെ കൊണ്ടാവുന്നത് പരമാവധി സേഫ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ അധികം ചെയ്യാറുള്ളൂ. മീൻസ് എന്താ പറയുക, സൈൻ ബോർഡ്സ്, കോൺവെക്സ് മിററുകള്, അങ്ങനത്തെ വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്തു പോകുന്നത്. റോഡിലെ കുഴികളൊക്കെ അടയ്ക്കുകയാണെങ്കിൽ അതിന്റെ നിയമപരമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ കുറച്ച് സ്റ്റഡി ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് സേഫ് ആയിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ആസ് എ പൗരനാണെന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യാനാവുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു പോകുന്നു. എക്സാമ്പിൾ ആണ് ഈ പറയുന്ന പോലെ സൈൻ ബോർഡ് ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പം നമ്മളെ റോഡിന്റെ സൈഡിൽ പുല്ലൊക്കെ വളർന്നു കിടക്കും, അപ്പം അതൊക്കെ ജസ്റ്റ് ഒന്ന് തട്ടി റെഡിയാക്കി ഒന്ന് വിസിബിൾ ആക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ.
അപ്പോൾ ഞാൻ ഈ ഇത്രയും നാളായിട്ട് ഇങ്ങനെ ചെയ്യുന്നു, ഇത്രയും ബോർഡുകളൊക്കെ ക്ലീൻ ചെയ്യുന്നു, അപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു നല്ലൊരു അനുഭവം അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ഓർമ്മയുണ്ടോ? മെമ്മറബിൾ ആയിട്ട് ഇൻസിഡന്റ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, നമ്മളിപ്പം ഈ സൈൻ ബോർഡൊക്കെ പ്രിന്റ് ചെയ്യുന്ന, സൈൻ ബോർഡ് മാത്രമല്ല, ഈ പറയുന്ന പോലെ നമ്മൾ സോഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊരു കോണ്ടന്റ് ചെയ്യുന്ന സമയത്തും ആളുകൾ വന്ന് നമ്മുടെ ഒന്ന് ഷെയ്ക്ക് ഹാൻഡ് ചെയ്ത് ചെയ്യുന്നത് നല്ല കാര്യമാണെന്നൊക്കെ പറയുമ്പോൾ അതൊരു മെമ്മറബിൾ ആയിട്ടുള്ള കാര്യമാണ്. കാരണം അവരുടെ ഭാഗത്ത് നിന്ന് നേരിട്ട് കിട്ടുന്ന ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് അത് വളരെ ഒരു എൻകറേജിങ് ആണ്. സോ അതാണ് ഒരു എന്താ പറയാ മെമ്മറബിൾ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ഈ സോഷ്യൽ മീഡിയ വളരെ വലിയൊരു സ്വീകാര്യതയാണ് വിവേകാനന്ദന് നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, സമൂഹ മാധ്യമത്തിലൂടെ ചെറുതായിട്ട് അല്ലെങ്കിൽ നമുക്കൊരു വലിയൊരു ചേഞ്ച് കൊണ്ടുവരാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിൽ ചെറുതായിട്ട് ഒരു തുടക്കം കുറിച്ച് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ളൊരു ഇമ്പാക്റ്റാണ് സോഷ്യൽ മീഡിയ നമുക്ക് നൽകുന്നത്. വിവേകാനന്ദൻ്റെ ലൈഫിലും സോഷ്യൽ മീഡിയയ്ക്ക് വലിയൊരു പ്രാധാന്യമുള്ളൊരു വ്യക്തി തന്നെയാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നു, അത് ഒരു തുടരെ ചെയ്യുന്നത് പലപ്പോഴും എനിക്ക് തോന്നുന്നു ഈ കണ്ടിന്യൂസ്ലി വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നില്ല അല്ലെ? ഈ ജോലിയുടെ തിരക്കൊക്കെ തന്നെ ആയിരിക്കും അല്ലേ കാരണം? അതെ, ജോലിയുടെ തിരക്കാണ് മെയിൻ ആയിട്ടുള്ള കാരണം. ഞാനിപ്പോ ഒരു അധ്യാപകനാണ്, അപ്പം പല കാര്യങ്ങളിലും എനിക്ക് റെസ്ട്രിക്ഷൻ ഉണ്ട്. അപ്പൊ എന്റെ ഫ്രീ ടൈമിലാണ് ഞാൻ ഈ ഒരു സോഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങുന്നത്. ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, അതായത് നമ്മൾ ഇങ്ങനെ ഒരു വർക്കിലേക്കൊക്കെ അല്ലെങ്കിൽ ജോലിക്ക് കഴിഞ്ഞ ശേഷം വിശ്രമിക്കാൻ ലഭിക്കുന്ന ആ ഒരു മണിക്കൂറാണ് ഇങ്ങനെ പ്രയോജനപ്പെടുത്തുന്നത്. അപ്പം ഒരു നാട്ടുകാരുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഭാഗത്തു നിന്നോ ഒക്കെ ഉറപ്പായിട്ടും വന്നിട്ടുണ്ടായിരിക്കും, നിനക്ക് വേറെ പണിയില്ലേ, എന്തിനാ അങ്ങനെ ചെയ്യുന്നത്, അത് നിന്റെ ജോലി അല്ലല്ലോ, അത് സർക്കാർ നോക്കില്ലേ, നീ എന്തിനാ ചെയ്യുന്നത്, അങ്ങനെ വന്നുള്ള പിന്തിരിപ്പിക്കൽ ശ്രമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഈ ചോദ്യത്തിന് വളരെ പ്രസക്തി ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യമൊക്കെ കരുതിയത് എല്ലാവരും എന്നെ സപ്പോർട്ടിങ് ആണ് എന്നാണ്. പക്ഷെ നമ്മുടെ ഈ സോഷ്യൽ മീഡിയ വഴി അത്യാവശ്യം നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്നവരാണെങ്കിലും അല്ലെങ്കിൽ ആളുകളിലേക്ക് കൂടുതലായിട്ട് നമ്മുടെ വീഡിയോസ് എത്തുന്ന സമയത്ത് എന്താ പറയാ, ആ സമയത്താണ് കൂടുതലായിട്ട് കമന്റ്സ് എന്താ പറയാ നെഗറ്റീവ് കമന്റ്സ് ആയിട്ട് എനിക്ക് വരുന്നത്. അതെനിക്കൊന്നും വേറെ പണിയില്ലേ. ഞാൻ ആദ്യമൊക്കെ കരുതി ഇത് ഞാൻ ചെയ്യുന്ന കാര്യം നല്ലതായതുകൊണ്ട് എല്ലാവരുടെ ഭാഗത്തുനിന്നും ഒരു നല്ല സപ്പോർട്ട് കിട്ടുമെന്നാണ് ഞാൻ കരുതിയത്. ബട്ട് കുറെ കഴിഞ്ഞപ്പം അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസ് ആളുകളിലേക്ക് എത്തിത്തുടങ്ങി നല്ല റെസ്പോൺസ് കിട്ടും എന്ന് കരുതുന്ന സ്ഥാനത്ത് ചില നെഗറ്റീവ്സ് വരാറുണ്ട്. പിന്നെ അതിന് ഞാൻ മൈൻഡ് ചെയ്യാറില്ല. കാരണം നമുക്ക് ചെയ്യാനുള്ളത് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്ക് അവർക്ക് റിപ്ലൈ കൊടുക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളൊന്നും ഞാൻ ഏറ്റെടുക്കാറില്ല. കാരണം എനിക്ക് ചെയ്യാനുള്ളത് ഞാൻ ചെയ്യുന്നു. എപ്പോഴെങ്കിലും ഇത് ഇങ്ങനെയൊക്കെ കേട്ടിട്ട് ആ തുടക്ക സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു നെഗറ്റീവ് ഒക്കെ വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകും, മാനസികമായിട്ടൊക്കെ ആണെങ്കിലും ഒരു നമ്മൾ ഇത്ര നല്ല കാര്യം ചെയ്തിട്ടും ആളുകൾ ഇങ്ങനെയാണല്ലോ കാണുന്നത് എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകില്ലേ? അപ്പം എങ്ങനെയായിരുന്നു അതിനെയൊക്കെ അതിജീവിച്ച്? ഇപ്പോഴും അങ്ങനെയൊക്കെ ആളുകൾ പറയുന്നുണ്ട്, അതിനെയൊക്കെ അതിജീവിച്ച് ഇപ്പം നമ്മുടെ മുന്നിൽ ഇപ്പം നാട്ടിലുള്ള ഒരു വ്യക്തി ആയിക്കോട്ടെ, അങ്ങനെയൊക്കെ ആളുകളായിക്കോട്ടെ, അവരെയൊക്കെ മുന്നിൽ അതിജീവിച്ച് നിൽക്കാൻ വേണ്ടി പ്രചോദനമാകുന്ന ആ ഒരു ഫാക്ടർ എന്താണ്? ഫാക്ടർ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ബൈബിൾ ഇങ്ങനെ ഒരു വാക്യം പഠിച്ചിട്ടുണ്ട്. യെശയ്യാവിന്റെ പുസ്തകം 59-ാം അധ്യായം അതിൽ 1-ാം വാക്യം ഇങ്ങനെയാണെന്ന് പറയുന്നത്, എഴുന്നേറ്റ് പ്രകാശിക്കാൻ നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, അന്ധകാരം ഭൂമിയെയും കുരുട്ട് ജാതികളെയും മൂടുന്നു, നിന്റെ മേലോ യഹോവ ഉദിച്ചിരിക്കുന്നു എന്നുള്ളത്. അപ്പം എഴുന്നേറ്റ് പ്രകാശിക്കാൻ എന്നെ കൊണ്ട് കഴിയുമെന്ന പൂർണ്ണമായിട്ടുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെയൊക്കെ ഒരു ഡ്രോബാക്ക് വരുമ്പോൾ ഈ ഒരു വാക്യം ഓർക്കും. അപ്പം ഒരു എൻകറേജിംഗ് ആണ്. കുടുംബത്തിൻ്റെയൊക്കെ ഒരു പിന്തുണ എങ്ങനെയാണ്? അവരെങ്ങനെയാണ് ഈ മകൻ ജോലി കഴിഞ്ഞു പിന്നീട് പോകുന്നു, അപ്പോൾ അവരുടെയൊക്കെ ഒരു പിന്തുണയോ അവരൊക്കെ എന്താ പറയുന്നത്? ഫാമിലിന്നൊക്കെ നല്ല സപ്പോർട്ടാണ്. പിന്നെ ഞാൻ ഈ ജോലിക്കൊക്കെ പോയി വൈകുന്നേരം വീടുകൾ അധികം സ്പെൻഡ് ചെയ്യാറില്ല വീട്ടുകാരുമായിട്ട്. കാരണം ഈ പറയുന്ന പോലെ ഞാനിപ്പോ 4 മണിക്ക് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ എവിടെയെങ്കിലും ഇങ്ങനെ സോഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ പോയി കഴിഞ്ഞാൽ ഒരു 10 മണിയൊക്കെ ആവും തിരിച്ചു വരാൻ. അപ്പൊ അങ്ങനെ ഫാമിലിയുമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ടൈം കുറച്ച് കുറയുന്നുണ്ട്. എങ്കിലും അവരുടെ ഭാഗത്തൊക്കെ നല്ല സപ്പോർട്ടാണ്. അമ്മയായാലും അച്ഛനായാലും ഇവൻ പെങ്ങളായാലും നല്ല സപ്പോർട്ടാണ്. ഓക്കെ, ഈ ഭാവി പദ്ധതികളൊക്കെ എങ്ങനെയാണ്? ഈ രീതിയിൽ തന്നെ പോകാനാണോ അതൊന്ന് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്? എന്താണ് ഉദ്ദേശിക്കുന്നത് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ? അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഞാൻ പ്ലാൻ ചെയ്യുന്നതെന്ന് പറയുന്നത് കുറച്ചുകൂടി നമ്മളെ കൊണ്ടാവുന്ന കാര്യങ്ങൾ കുറച്ച് ആളുകളെ കൂടി കൂട്ടി ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അതിന് കൃത്യമായിട്ടുള്ള ഒരു കോർഡിനേഷൻ ആവശ്യമുണ്ട്. പിന്നെ നമ്മൾ അതോറിറ്റീസിനെ ഒന്നും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ നമ്മളെ കൊണ്ടാവുന്ന നല്ല കാര്യങ്ങൾ കുറച്ച് ആളുകളെ കൂട്ടി നല്ല രീതിയിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്.
പിന്നെ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കണം. കാരണം എന്താ പറയുക, നമ്മൾ ഇത്തരം സോഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ അധികാരികൾക്കോ അല്ലെങ്കിൽ നമ്മുടെ കൺസേൺഡ് അതോറിറ്റീസിനോ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ചെയ്യരുതല്ലോ. അപ്പൊ അതുകൂടി ശ്രദ്ധിക്കണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒന്ന് ക്രോഡീകരിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കുറച്ചാളുകളെ കൂടി കൂട്ടി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. വിവേകാനന്ദൻ ഇത്രയും കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നല്ലൊരു പഠനമൊക്കെ നടത്തിയതാണ്. അപ്പം കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടായിരിക്കുമല്ലോ. അതായത് പ്രധാന കുറച്ച് പോരായ്മകൾ ഇപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ടാണല്ലോ ഇപ്പം ഈ വൃത്തിയാക്കൽ അല്ലെങ്കിൽ ആ ബോർഡുകളൊക്കെ തന്നെയും നേരെയാക്കുന്ന അതിലേക്കൊക്കെ കടന്നിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു, അല്ലെങ്കിൽ ഇത് ഇങ്ങനെയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെയുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടെ നല്ലൊരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു, അങ്ങനെ തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കാണില്ലേ? അതൊക്കെ അങ്ങനെയുണ്ടോ? എന്തൊക്കെയാണ് തോന്നിയിട്ടുള്ളത്? ഇപ്പൊ നമ്മുടെ സുരക്ഷയുടെ ഭാഗമായിട്ടാണല്ലോ ഓരോ കാര്യങ്ങളും നമ്മൾ ഈ സൈൻ ബോർഡ്സ് ആണെങ്കിലും ഈവൻ സ്പീഡ് ബ്രേക്കേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ട്രാഫിക് സിഗ്നൽ ലൈറ്റ്സ് ഒക്കെ ആണെങ്കിലും നമ്മുടെ റോഡ് സുരക്ഷ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ അതോറിറ്റീസ് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഇപ്പൊ നല്ല രീതിയിൽ ലൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ സൈൻ ബോർഡ്സ് ഫിക്സ് ചെയ്യുന്നുണ്ട്, ഈവൻ ക്യാമറാസ് ഫിറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ട്രാഫിക് സിഗ്നൽ ലൈറ്റ്സ് ഫിറ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് എന്താണ് എന്റെ പോയിന്റ് ഓഫ് വ്യൂ ഞാൻ ശ്രദ്ധിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മളിപ്പോ സൈൻ ബോർഡ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സൈൻ ബോർഡ് നമ്മൾ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ അവിടെ അതിനൊരു മെയിൻ്റനൻസ് ആവശ്യമാണ്. കാരണം മഴ കൊള്ളുന്നു, വെയിൽ കൊള്ളുന്നു, സീസണിങ് ഉണ്ട്, മഴ വെയിലിന് വന്നിങ്ങനെ മാറി മാറില്ലോ. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഈ പറയുന്ന സൈൻ ബോർഡ്സ് ആണെങ്കിൽ പായല് പിടിക്കാം, പൊടി പിടിക്കാം, അഴുക്ക് പിടിക്കാം. അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇല്ലെങ്കിൽ ആ സൈൻ ബോർഡ് അവിടെ ഫിക്സ് ചെയ്തുകൊണ്ട് യാതൊരു കാര്യമില്ല. കാരണം അവിടെ ഒരു അപകടം കുറയ്ക്കാൻ ആ സൈൻ ബോർഡ് കൊണ്ട് പ്രയോജനപ്പെടുന്നില്ല. ഈവൻ സൈൻ ബോർഡ് മാത്രമല്ല, സ്പീഡ് ബ്രേക്കേഴ്സ് ആയാലും അല്ലെങ്കിൽ ട്രാഫിക് സിഗ്നൽ ലൈറ്റ്സ് ആയാലും എന്ത് തന്നെയായാലും അപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെയിൻ്റനൻസ് വേണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ നമ്മൾ എല്ലാ കാര്യങ്ങളും ഇപ്പം വിവേകാനന്ദൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നു, അപ്പം തന്നെ നമ്മൾ പറയുന്ന അല്ലെങ്കിൽ അത് പിന്തിരിപ്പിക്കാൻ പറയുന്ന ആളുകൾ പറയുന്ന ഒരു കാര്യമാണ് അത് നിന്റെ ജോലിയല്ല, അതിനാണ് സർക്കാരുള്ളത് എന്നായിരിക്കും ഉറപ്പായിട്ടും പറയുക. അപ്പം ശരിക്കും അവരുടെ ഭാഗം അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗം അത് പോട്ടെ, അത് അവരെന്താ ചെയ്തോ. നമുക്ക് പക്ഷേ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു മിഠായി കഴിക്കുന്നു, അതിനുശേഷം അതിൻ്റെ വേസ്റ്റ് തന്നെ ആ റോഡിൽ ഇട്ട് കഴിഞ്ഞാൽ തന്നെ അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ വീട് വൃത്തിയാക്കുന്നു, വീടിൻ്റെ പരിസരം വൃത്തിയാക്കുന്നു, കാടൊക്കെ തന്നെയും അവിടുത്തെ നശിപ്പിക്കുന്നു. പക്ഷേ ഈ കാടിൻ്റെ പടലയൊക്കെ നമ്മൾ എടുത്തു കളഞ്ഞത് റോഡിലേക്കാണ്. പക്ഷെ അവിടെ കിടന്ന് അത് കിളിച്ച് അത് വീണ്ടും വേറൊരു കാടായി മാറുകയാണ്. ഇതുപോലെയുള്ള സൈൻ ബോർഡ്സിൻ്റെ ഒക്കെ മുകളിൽ അതൊക്കെ വള്ളിപ്പടർപ്പായിട്ട് പടർന്ന് കയറുകയാണ്. അതൊക്കെ തന്നെയും അങ്ങനത്തെ ചില കാര്യങ്ങളില്ലേ നമ്മുടെ ഭാഗത്തു നിന്ന് നമുക്ക് ക്ലിയർ ആക്കി വിടാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ, അതിൽ ശ്രദ്ധ പുലർത്തേണ്ടത് വളരെ അത്യാവശ്യമല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇവിടെയാണ് സിവിക് സെൻസ് എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. കാരണം പൗരബോധം, നമ്മളൊരു വെള്ളം കുടിച്ചു ആ ബോട്ടില് പ്രോപ്പറായിട്ട് എന്താ പറയാ വേസ്റ്റ് ബാസ്കറ്റ് നിക്ഷേപിക്കുക എന്നുള്ളത് അത് ഓരോ ആളുടെയും കടമയല്ലേ. അപ്പൊ എന്റെ കൂട്ടുകാരൊക്കെ ഇടയ്ക്ക് പറയും, നീ ഒരാൾ മാത്രം ചിന്തിച്ചാൽ ഇതൊക്കെ റെഡി ആവുമെന്ന് എന്നോട് ചോദിക്കാറുണ്ട്. ബട്ട് ഞാൻ ചിന്തിച്ച ഇത്ര മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഞാനൊരു വെള്ളം കുടിച്ച് ഒരു ബോട്ടില് പ്രോപ്പറായിട്ട് ഞാൻ ആ വേസ്റ്റ് ബാസ്കറ്റിൽ ഇടുന്നു. അങ്ങനെ ഞാൻ ഒരാൾ ഇടുവാണെങ്കിൽ അത്രയും ആ സമൂഹത്തിൽ നിന്നും അല്ലെങ്കിൽ ശല്യമില്ലാത്ത രീതിയിൽ മാറി കിടക്കലും മീൻസ് എന്താ പറയാ ആ പ്രോപ്പറായിട്ട് വേസ്റ്റ് ബാസ്കറ്റിൽ തന്നെ ഇടാൻ പറ്റുമല്ലോ. അതേപോലെ തന്നെ ഈ സമൂഹ സേവനത്തിലേക്കൊക്കെ തന്നെയും ഇറങ്ങി പുറപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു പുതിയ തലമുറയൊക്കെ നമ്മുടെ ഒപ്പമുണ്ട്. പക്ഷേ ചില ആളുകൾക്കൊക്കെ ഭയമാണ്. അതേപോലെ തന്നെ ആളുകൾ പിന്തിരിപ്പിക്കാൻ, ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതേപോലെ ഈ മുൻ അനുഭവങ്ങളൊക്കെ, ഈ ജയസൂര്യയുടെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞ പോലെ അങ്ങനെയുള്ള ചില ഭയങ്ങളൊക്കെ ഉണ്ട് ആളുകൾക്കുള്ളിൽ. ശരിക്കും അവരോടൊക്കെ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ട്, പക്ഷേ ഇങ്ങനെ പിന്തിരിപ്പിക്കുകയാണ് ആളുകളൊക്കെ, അവരോടൊക്കെ എന്താണ് പറയാനുള്ളത്? ഇപ്പൊ ജയസൂര്യന്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എങ്കിലും ഞാൻ എന്തൊരു കാര്യം ചെയ്യുന്ന സമയത്തും കൃത്യമായിട്ട് അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യാറുണ്ട്. ഇപ്പൊ ഈവൻ എന്ത് കാര്യമായാലും എന്റെ സേഫ്റ്റി ഞാൻ നോക്കിയിട്ട് മാത്രമേ എന്ത് വർക്കും ഞാൻ ചെയ്യാറുള്ളൂ. അങ്ങനെ എന്റെ ഭാഗത്ത് ഞാൻ കൃത്യമായിട്ട് ഏത് കാര്യം ചെയ്യുന്ന സമയത്തും സ്റ്റഡി ചെയ്യാറുണ്ട്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ സോഷ്യൽ റിലേറ്റഡ് ആയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവര് കുറച്ചുകൂടി ഒന്ന് സ്റ്റഡി ചെയ്യുക, എന്നിട്ട് അവരൊക്കെ അതിനുവേണ്ട സമയം കണ്ടെത്തുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ കുറച്ചുകൂടി നമുക്ക് എന്താ പറയുക ഈസി ആയിട്ട് കാര്യങ്ങൾ
ചെയ്യാൻ പറ്റും. ഈ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്ന ഒരു പിന്തുണയൊക്കെ എങ്ങനെയാണ്? ക്ലാസ്സിലൊക്കെ ചെല്ലുമ്പം ഈ കാര്യങ്ങളൊക്കെ വീഡിയോ ഒക്കെ കണ്ടിട്ട് അവരൊക്കെ കാണാറുണ്ടല്ലോ, അപ്പൊ അവരൊക്കെ എന്താ പറയുന്നതൊക്കെ കാണുമ്പോൾ സാറിനെ കുറിച്ച്? സ്റ്റുഡൻസ് ഒക്കെ നല്ല സപ്പോർട്ടാണ്. അവരും നല്ല സപ്പോർട്ടീവ് ആണ്. അവരിങ്ങനെ ഇടയ്ക്കൊക്കെ കാണുമ്പോൾ സാറേ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ കാണുമ്പോൾ എന്നോടൊന്നും പറയും, സാറേ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നമുക്ക് അതൊന്ന് റെഡി ആക്കിയാലോ, ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് റെഡി ആക്കിയാലോ എന്നൊക്കെ അവര് പറയാറുണ്ട്. പിന്നെ അവര് തന്നെ ഒന്ന് രണ്ടു വട്ടം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈവൻ സൈൻ ബോർഡ്സ് ഒക്കെ അവര് തന്നെ ക്ലീൻ ചെയ്തിട്ടുണ്ട്, എന്നിട്ട് അവരെനിക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയയിൽ എന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് പേര് ടാഗ് ചെയ്യാറുണ്ട്. മീൻസ് അവർ ചെയ്ത വർക്ക്, ഈവൻ സൈൻ ബോർഡ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ എന്ത് സോഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ടാഗ് ചെയ്തിട്ട് ഇൻസ്പയർഡ് ഫ്രം വിവേകാനന്ദൻ ബ്ലോഗ്സ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെൻഷൻ ചെയ്യാറുണ്ട്. സോ അതൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷമാണ്. കാരണം നമ്മള് ചെയ്യുന്ന ഒരു നല്ല കാര്യം കൊണ്ട് അവരും ഇൻസ്പയർഡ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് വളരെ സന്തോഷമാണ്. ശരി, ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ തന്നെയും ഷെയർ ചെയ്തതിനും. ഏതായാലും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. എല്ലാം നമ്മുടെ ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ ഒരു ചേഞ്ച് ഈ സമൂഹത്തിന് വരുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ബി ദ ചേഞ്ച് ഇറ്റ് സെൽഫ്. അത് തന്നെയാണ് വിവേകാനന്ദൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. താങ്ക് യു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.